എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേയിലൂടെ വിശ്വാസത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ നിന്ന് തുടർമാനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വിശ്വാസം മലയെ നീക്കുന്ന വിശ്വാസമാക്കി കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജ്ഞാനം, നമ്മുടെ കൃപ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എല്ലാം ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, നീ ആഗ്രഹിക്കുന്നതല്ല നിനക്ക് സ്വന്തമാകുന്നത്, നീ യുദ്ധം ചെയ്ത് നേടുന്നതാണ് സ്വന്തമാകുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും. ആഗ്രഹിക്കുന്നതിന് വലിയ ചെലവുണ്ടോ? ആഗ്രഹിക്കുന്നതിന് ഒരു ചെലവുമില്ല. വെറുതെ വീട്ടിൽ ചുമ്മാ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ആഗ്രഹിക്കാം, കസേരയിൽ ഇരുന്നു കൊണ്ട് ആഗ്രഹിക്കാം, വഴിയിലൂടെ പോകുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കാം, യൂട്യൂബിൽ കാണുന്ന പല കാര്യങ്ങൾ കണ്ട് ആഗ്രഹിക്കാം. ചിലത് കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആഗ്രഹിച്ചു, സ്വിറ്റ്സർലൻഡിലൊന്ന് പോയാൽ കൊള്ളാം. അതെൻ്റെ ആഗ്രഹമാണ്. ആഗ്രഹിച്ചത് കൊണ്ട് എനിക്കത് സ്വന്തമാകത്തില്ല. അത് ഞാൻ നേടണമെങ്കിൽ വില മുടക്കണം. ഞാനതിനു വേണ്ടി ചില യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും. അത് സ്വന്തമാക്കാൻ എനിക്ക് കുറച്ച് വില മുടക്കേണ്ടി വരും. ചെലവുണ്ട്. അതിനെയാണ് യുദ്ധമെന്ന് പറഞ്ഞത്. ഒരു ചെലവുണ്ട് അതിന്. ഇസ്രായേൽ മക്കൾ കനാനിൽ ചെന്നപ്പോൾ 7 ജാതികളെ ദൈവം വെച്ചിരുന്നു. അവരുടെ അനുഗ്രഹത്തിൽ 7 ജാതികളെ ദൈവം അനുവദിച്ചത് ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്ത് തന്നെ അത് സ്വന്തമാക്കണം. വില മുടക്കി സ്വന്തമാക്കിയതിനെ നമ്മൾ വില കൽപ്പിക്കൂ. ഒരമ്മ കുഞ്ഞിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം എന്താ? 10 മാസം ചുമന്ന് പ്രസവിച്ചത് കൊണ്ട്. ആ സിസ്റ്റം ദൈവം എന്തിനാ വെച്ചിരിക്കുന്നത്? വില അറിയുമ്പോൾ സ്നേഹമുണ്ടാകും. അപ്പം നമുക്ക് ആരെങ്കിലും ഒരു സാധനം ഗിഫ്റ്റായിട്ട് തന്നാൽ അതിന് വിലയില്ല. എന്നാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മേടിച്ചാലോ അതിന് വിലയുണ്ടാകും. അതായത് ഒരു സ്ത്രീ താൻ ചുമക്കുന്ന ആ പാത്രത്തിലെ ഓരോ തുള്ളിയുടെയും വില അറിയുന്നു എന്നാണ് പറയുന്നത്. അതായത് ഓരോ തുള്ളിയുടെയും വില അത് ചുമക്കുന്നവരോട് ചോദിച്ചാൽ പറയും. അങ്ങനെ ആയിരക്കണക്കിന് തുള്ളികളാണ് ഒരു പാത്രത്തിൽ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ചുമക്കുമ്പോഴാണ് അതിന് വില അറിയുള്ളൂ. അല്ലെങ്കിൽ അതിനൊന്നും ഒരു വില കൽപ്പിക്കില്ല. നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടുന്നതൊന്നും നമ്മൾ വലിയ കാര്യമാക്കാറില്ല പലതും. എന്നാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിയത്, അത് വളരെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി വളരെ വിഷമിച്ചു, അത് കിട്ടാതെ വന്നപ്പോൾ കുറേ കരഞ്ഞു. നാളുകളുടെ ശ്രമത്തിലാണ് പലതുമുണ്ടായത്. പലർക്കും വീടുണ്ടായത്, പലർക്കും ഒരു വാഹനമുണ്ടായത്, പലർക്കും ജീവിതത്തിൽ പല നന്മകളും ഉണ്ടായത്. എല്ലാ നന്മകളും നാം ഒന്ന് യുദ്ധം ചെയ്ത് തന്നെ പിടിക്കണം. നന്മകൾ ഒരിക്കലും വെറുതെ കിട്ടില്ല. തിന്മകൾക്ക് ചെലവൊന്നും ചെയ്യണ്ട. തിന്മകൾ, കള്ള് വേണോ മേടിച്ചു തരാൻ ആളുണ്ട്, സിഗരറ്റ് വേണോ കത്തിച്ചു തരാൻ ആളുണ്ട്. എന്നാൽ കള്ള് തരുന്ന ഒരാളോട് ഒരു ഗ്ലാസ് പാല് മതി എന്ന് പറഞ്ഞാൽ മേടിച്ചു തരുമോ? ഇല്ല. കള്ള് അല്ലെങ്കിൽ ബ്രാൻഡി, ഇതിനൊക്കെ 100, 200, 300, 500, 1000 രൂപയൊക്കെ വിലയുണ്ട്. പാല് വലിയ ചിലവൊന്നുമില്ല. ഒരു ഗ്ലാസ് പാല് പകുതിയും മുക്കാലും വെള്ളമായിരിക്കും. എല്ലാം കൂടി ഒരു 10 രൂപ താഴെയുള്ള സാധനം അതാരും തരില്ല. ഒരു ചെറിയ നന്മ പോലും ആരും തരില്ല. എന്നാൽ തിന്മ എത്ര വിലയുള്ളതാണെങ്കിലും തരാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയുടെ പാപം നിറഞ്ഞ ഈ ലോകത്തിൻ്റെ സിസ്റ്റം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മറിഞ്ഞുപോയ സിസ്റ്റം അതാണ്. നന്മയ്ക്ക് സാധ്യതയില്ല, തിന്മയ്ക്ക് വളരെ എളുപ്പമാണ്. തെറ്റായി ജീവിക്കണമോ, വ്യഭിചാരം ചെയ്യണമോ, കൊലപാതകം ചെയ്യണമോ, നശിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു ഭൂമി, നന്നാകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭൂമി. അവിടെ നാം യുദ്ധം ചെയ്യണം. നല്ലൊരു ജീവിതം ഉണ്ടാകാൻ യുദ്ധം ചെയ്യണം. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് നൽകട്ടെ.
ആഗ്രഹിക്കുന്നതല്ല നമുക്ക് സ്വന്തമാകുന്നത്. നമ്മൾ നന്മകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്തത് നേടിയെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കത് ഉണ്ടാകട്ടെ. പലതും, എല്ലാവിധ നന്മകളും നല്ല ഭാവിയും യുദ്ധം ചെയ്ത് വില മുടക്കി കഠിനാധ്വാനം ചെയ്ത് പിശാചിനോട് പൊരുതി വാങ്ങാനുള്ള ശക്തിയും കൃപയും നിങ്ങൾക്ക് യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. റോമാലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിനും തന്നെ. വാഗ്ദത്തം ആർക്കൊക്കെയാണ്? അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ള എല്ലാവർക്കും ഉള്ളതാണ്. അബ്രഹാമിന് ഉള്ള വിശ്വാസം, അബ്രഹാം കുറെ നന്മകൾ പ്രാപിച്ചു. നമുക്കുള്ള വിശ്വാസം കൊണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, മറ്റു പലതും നമുക്കുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ ഭൂമിയിൽ വലിയ ജയങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് കഴിയും. അബ്രഹാം നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ യേശുവിന് വേണ്ടി എന്തെല്ലാം ചെയ്യുമായിരുന്നു? നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്ക്. വെറു സ്വരം കേട്ടപ്പോൾ, ന്യായപ്രമാണമില്ലാത്ത കാലത്ത്, ഒരു പ്രമാണങ്ങളുമില്ലാത്ത കാലത്ത് ദൈവത്തിൻ്റെ ഒറ്റ വാക്ക് കേട്ട് എല്ലാം കളഞ്ഞ് ചിറങ്ങാനുള്ള തൻ്റെ ഇടം കാണിച്ച അബ്രഹാം, അവൻ്റെ പ്രകൃതമാണ് ദൈവശബ്ദത്തിന് പ്രതികരിക്കും. ഇത് നമ്മളൊന്ന് രണ്ടാഴ്ച ചിന്തിച്ചു. ദൈവശബ്ദം കേട്ടാൽ അബ്രഹാം ചെയ്തിരിക്കും. അതാണ് അബ്രഹാം. ആ അബ്രഹാം അതേ വിശ്വാസം അടുത്ത തലമുറയിലേക്കും ആ അബ്രഹാമിൻ്റെ തലമുറയിലേക്കും അതേ വിശ്വാസം കൈവരുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാലഘട്ടത്തിലെ അബ്രഹാമുമാരായി നാം വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. നാം വായിക്കുന്നു, അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. ഏലിയാസർ ആ റിബേക്കയുടെ വീട്ടിൽ പറയുന്നുണ്ട്, എൻ്റെ യജമാനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരിക്കും. അവൻ്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടി എടുക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ യജമാനനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരിക്കും. നാളെ മറ്റുള്ളവർ പറയണം, ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് മാത്രമല്ല സകലത്തിലും അനുഗ്രഹിച്ചിരിക്കും എന്ന് പറയണം. എല്ലാ വഴികളിലും എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടണം. ഓബേദേദോമിൻ്റെ വീട്ടിൽ 3 മാസം പെട്ടകമിരുന്നപ്പോൾ 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ ഈ ഭാഗമുണ്ട്. 3 മാസം കൊണ്ട് ഓബേദേദോമിനും അവനുള്ളതിനൊക്കെയും ദൈവം അനുഗ്രഹിച്ചു, അനുഗ്രഹം കൽപ്പിച്ചു എന്ന് ദാവീദിന് അറിവ് കിട്ടി. ഒരു രാജ്യത്തെ രാജാവ് പോലും അതിശയിക്കുന്ന രീതിയിൽ വെറും 30 യഹൂദ കലണ്ടറിൽ 30 ദിവസമാണ് ഓരോ മാസം. 30 × 3 90 ദിവസം കൊണ്ട് ദൈവം ഓബേദേദോമിൻ്റെ ആരോഗ്യം, കുടുംബജീവിതം, കുഞ്ഞുങ്ങളുടെ ഭാവി, സമ്പത്ത്, വാഴ, ചേന, കാച്ചിൽ, തെങ്ങ് എന്ന് വേണ്ട കൃഷി സമ്പത്ത്, ഒരു മനുഷ്യൻ എന്തെല്ലാം അനുഗ്രഹം ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അത് മുഴുവനും 90 ദിവസം കൊണ്ട് ഓബേദേദോമിൻ്റെ വീട്ടിൽ വന്നത്. എന്നാൽ ഇതേ പെട്ടകം അമിനാദാവിൻ്റെ വീട്ടിലിരുന്നിട്ട് അനുഗ്രഹിക്കപ്പെട്ടില്ല. കാരണം അവിടെ വിശ്വാസം വ്യാപരിച്ചില്ല. അമിനാദാവിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ പെട്ടകം കയറ്റി വെച്ചതാണ്. പിള്ളേർ പോലും അനുഗ്രഹിക്കപ്പെട്ടില്ല. നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്, എന്നാൽ വേറെ ചില ദൈവദാസന്മാരുടെ കയ്യിൽ ബൈബിൾ ലഭിച്ചപ്പോൾ അവർ ചരിത്രം സൃഷ്ടിച്ചു. ഇതേ പുസ്തകം ഇതുപോലെ അമീനാദാവിൻ്റെ വീട്ടിലെ പെട്ടകം പോലെ നമ്മുടെ കയ്യിലെ ബൈബിളായി തീരരുത്. ഈ പുസ്തകം വലിയ ദൈവ സാന്നിധ്യം
ഈ വേദപുസ്തകം ഒരു 3 മാസം ആത്മാർത്ഥമായിട്ട് വായിക്കുക. ഒറ്റ പ്രാവശ്യം പ്രാർത്ഥനയോടെ വായിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു 3 മാസം കൊണ്ട് ഒരു 12 അധ്യായം വെച്ച് വായിച്ചാൽ 3 മാസം കൊണ്ട് വായിച്ചു തീർക്കാം. എനിക്ക് തോന്നുന്നു ഓബേദേദോമിൻ്റെ വീട്ടിൽ ആ ദൈവസാന്നിധ്യം നിറഞ്ഞു. അതോടുകൂടി അവൻ്റെ നന്മകളിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടായി. സമാധാന നദി, ആനന്ദ നദി, ഇതിനെക്കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നു. ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പോൾ ഈ നദിയൊക്കെ നമ്മുടെ വീട്ടിൽ ഒഴുകാൻ, ദൈവസാന്നിധ്യത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നമ്മെ സമർപ്പിച്ചു കൊടുക്കണം. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക് എന്താണത്? 1, വാഗ്ദത്തം നിവർത്തിക്കുമെന്ന വിശ്വാസം. ദൈവം വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന വിശ്വാസം. ഇന്ന് നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? അവിടെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. 2, ദൈവത്തിന് മഹത്വമുണ്ടാകുന്ന വിശ്വാസം. അബ്രഹാമിന് നന്മയുണ്ടായപ്പോൾ ദൈവത്തിന് മഹത്വമുണ്ടായി. അബ്രഹാം സോദോം രാജാവിനോട് പറയുന്നുണ്ട്, സോദോം രാജാവ് പറഞ്ഞു, ഈ ആൾക്കാരെയൊക്കെ എടുത്തോ, സമ്പത്ത് തിരിച്ചു തന്നാൽ മതി. ഒരു യുദ്ധത്തിൽ അബ്രഹാം യുദ്ധം ചെയ്ത് അവർക്ക് നന്മ മേടിച്ചു കൊടുത്തപ്പോൾ ആ രാജാക്കന്മാർ പറഞ്ഞതാണ്, രാജാക്കന്മാരുടെ പ്രതിനിധിയായി സോദോം രാജാവ് പറഞ്ഞപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, നീ എന്നെ വലിയവനാക്കിയെന്ന് പറയാതിരിക്കേണ്ടതിന് ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും ഒന്നും ഞാൻ എടുക്കൂല എന്ന് ദൈവത്തിൽ കൈ ഉയർത്തി, അത്യുന്നതനായ ദൈവത്തിങ്കിലേക്ക് കൈ ഉയർത്തി ഞാൻ സത്യം ചെയ്യും, എന്നെ ദൈവം ഉയർത്തും, എന്നെ വിളിച്ച ദൈവം ഉയർത്താമെന്ന് പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ മാനിക്കാമെന്ന് പറഞ്ഞു. നിൻ്റെ ഔദാര്യത്തിൽ എനിക്ക് ഉയരണ്ട, അത് ഞാൻ പരിമിതപ്പെട്ടു പോകും, എന്നെ അത്യുന്നതനായ ദൈവം ഉയർത്താമെന്ന് പറഞ്ഞു. എനിക്ക് ആ ഉയർച്ച വേണം. ബന്ധങ്ങൾ തരുന്ന ഉയർച്ച വേണമോ? ചിലർ പറയും, നീ ഈ പ്രാർത്ഥനയൊക്കെ കളഞ്ഞേച്ചു വാ, ഞാൻ നിനക്കൊരു ജോലി മേടിച്ചു തരാം. നീ ബൈബിൾ എന്ന് പറഞ്ഞ് നടക്കാതെ നീ അതെല്ലാം കളഞ്ഞേച്ചു വാ. അതെ, അതും ഒരു ഉയർച്ചയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ദൈവം ഉയർത്തുന്ന ഒരു ഉയർച്ചയുണ്ട്. അത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഏത് പ്രായത്തിലാണെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഇന്ന് നടക്കാം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് നടക്കാം. അതൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണ്. എന്തായാലും 13 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ജോസഫിനെ ദൈവം ഉയർത്തിയത് നമ്മൾ കാണുന്നു. അബ്രഹാമിനെ 25 വർഷങ്ങൾക്ക് ശേഷം മാനിച്ചത് കാണുന്നു. ദൈവത്തിന് മഹത്വം വരുന്ന ചില ഉയർച്ചകൾ വിശ്വാസം കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസം വേണം. ദൈവ മഹത്വം ഉണ്ടാകുന്ന വിശ്വാസം, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന വിശ്വാസം, ഇതെല്ലാം നമ്മളിൽ വരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ട വചനങ്ങൾ പോലെ ഞങ്ങളുടെ വിശ്വാസം അബ്രഹാമിനെ പോലെ ഒട്ടും കുറയാത്തതും, പെട്ടെന്ന് പ്രതികരിക്കുന്നതും, കർത്താവിനോട് പ്രതികരിക്കുന്നതും, ദൈവശബ്ദത്തോട് അനുസരണം കാണിക്കുന്നതും, മുന്നോട്ട് കുതിക്കുന്നതും, സമ്പൂർണമായി അനുസരിക്കുന്നതുമായ ഒരു വിശ്വാസം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ തരണമേ. ഞങ്ങളുടെ തലമുറകളിലേക്ക് അത് കൈമാറി തരണമേ. ഞങ്ങളുടെ വീടുകളിൽ ഒരനുസരണത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവ് അത് ചെയ്യണം. കേൾക്കുന്നവരെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെയുണ്ട്. നാളെ നമുക്ക് വ്യാഴാഴ്ച 2 വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ചകളിലായിരുന്നു. എന്നാൽ വരുന്ന ദിവസം നാളെ നമുക്ക് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരിക. കുഞ്ഞുങ്ങൾക്ക് അവധിയാണല്ലോ, കുഞ്ഞുങ്ങളോടൊപ്പം കടന്നു വരിക. നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം, വിശ്വാസത്തിൽ നിറയാം, വലിയൊരു വിശ്വാസത്തിൻ്റെ ഉടമയായി തീരാം. ഗോഡ് ബ്ലെസ് യു. നിന്മാർവോട് ചേരട്ടെ യേശുനാഥാ, ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്
യേശുനാഥാ ഇന്നേരം നീയാണ് എല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ട്. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണനും നീയേ. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം. നീയാണെന്നെല്ലാം, നീയാണ് എല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം. നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നീ സ്നേഹം നൽകി, നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി. എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി. എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണനും നീയേ. നിൻ മാർവോട് ചേരട്ടെ ഞാൻ. യേശുനാഥാ ഇന്നേരം നീയാണ് എല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. അങ്ങയുടെ മാർവോട്, നിൻ മാർവോട് ആ ബന്ധത്തെ അങ്ങ് പുതുക്കണമേ. ഇന്നേരം നീയാണ് എല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും. എത്ര പ്രാവശ്യം ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹ
Jesus.